ഹലോ വെൽക്കം ബാക്ക് ടു കെൻലേൺ അക്കാദമി. നമ്മൾ ഇന്ന് നോക്കുന്നത് എലമെന്ററി ബുക്ക് കീപ്പിങ്ങിനകത്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഇതിനകത്ത് പ്രോബ്ലംസും വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ തിയറി പോർഷൻസും വരുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ. ദ വർക്ക്സ് മാനേജർ ഗെറ്റ്സ് കമ്മീഷൻ ഓഫ് 10% ഓൺ ദ പ്രോഫിറ്റ്സ് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ. ഇഫ് ദ പ്രോഫിറ്റ് ഇസ് ₹2,200, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് കമ്മീഷൻ? ഓക്കെ അല്ലേ? So works manager gets commission of 10% on the profits after charging such commission. Okay അല്ലേ? സോ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓക്കെ അല്ലേ? സോ എമൗണ്ട് ഓഫ് കമ്മീഷൻ ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കമ്മീഷൻ റേറ്റ് ആണ്. കമ്മീഷൻ റേറ്റ്. അപ്പൊ നമ്മുടെ ഇവിടെ പ്രോഫിറ്റ് എന്താണ്? യെസ്, പ്രോഫിറ്റ് കിട്ടിയത് ഇഫ് ദ പ്രോഫിറ്റ് ഈസ് 2,200. സോ 2,200 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കമ്മീഷൻ റേറ്റ് എന്താണ്? യെസ്, 10% ആണ് കമ്മീഷൻ റേറ്റ് ഓൺ ദ പ്രോഫിറ്റ്സ്. അപ്പൊ 10% എന്ന് പറയാൻ നേരത്ത് നമ്മൾ ആ പെർസെൻറ്റേജ് മാറ്റിയിട്ട്, അതായത് 0.10 വരും. ദാറ്റ് ഈസ് 2,200 ഡിവൈഡഡ് ബൈ യെസ് 1.1. നമുക്കിവിടെ കട്ട് ചെയ്ത് കളയാം, ഇല്ലെങ്കിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാറ്റിയാൽ മതി. 11 ഡിവൈഡഡ് ബൈ യെസ്. അപ്പൊ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും? 200 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നമുക്കിവിടെ ആൻസർ എത്ര വരും? 200 rupees. 200. Then next question. What is the amount of gross profit or loss when cost of goods sold 7,900, sales 11,000, purchases 3,000? അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ്? അപ്പൊ നമുക്കറിയാം ഇവിടെ സെയിൽസ് എത്രയാണ് നടന്നിരിക്കുന്നത്? സെയിൽസ് 11,000 ആണ്. പിന്നെ നെക്സ്റ്റ് അടുത്തത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? COGS എന്ന് പറയാം. സോ ഇറ്റ് 7,900. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് എന്തായിരിക്കും? യെസ്, ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ നമുക്കിവിടെ എത്ര വരും? യെസ്, 11,000 മൈനസ് 7,900. ആൻസർ വിൽ ബി 3,100 rupees. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് എ ഫേം ഫോർ ദ ഇയർ എൻറ്റഡ് തന്നിട്ടുണ്ട് വാസ് 1,14,000. ഡ്യൂറിംഗ് ദ ഇയർ ഇറ്റ് റിസീവ്ഡ് എ കമ്മീഷൻ ഓഫ് 10,000 and paid salaries 50,000, rent is 26,000. Interest on loan is 1,000. There were bad debts of 9,000. The operating profits of the firm was. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. എന്ത് പറഞ്ഞിരിക്കുന്നത്? യെസ്, 1,14,000 എന്ന് പറയുന്നത് എത്രയാണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ആണ് എന്ത് വരുന്നത്? 1,14,000 വരുന്നത്. ഓക്കെ ആണോ? ഇനി ഇവിടെ നമുക്ക് എത്രത്തോളം ആ ഒരു ഫേമിന് കിട്ടിയെന്ന് നോക്കാം. അപ്പൊ ഇത് നോക്കിയേ, ഒന്ന് ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, പിന്നെ അടുത്തത് എന്തായിരിക്കും കിട്ടിയത് അവർക്ക്? യെസ്, ഇത് നോക്കിയേ, റിസീവ്ഡ് എ കമ്മീഷൻ ഓഫ് 10,000. ഇതും ആ ഫേമിന് കിട്ടിയതല്ലേ? ഇയർ ഇറ്റ് റിസീവ്ഡ് എ കമ്മീഷൻ. നെക്സ്റ്റ് നോക്കിക്കേ, പെയ്ഡ് സാലറീസ് കൊടുത്തു, റെന്റ് കൊടുത്തു. ഓക്കെ അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ പിന്നെ നമുക്ക് നോക്കാം. ദർ വെറെ ബാഡ് ഡെപ്റ്റ്സ്, ഡെപ്റ്റ് കിടന്നിരുന്നത് 9,000. അപ്പൊ അതെല്ലാം കൊടുത്തതാ. കിട്ടിയത് എത്രയാണ്? കിട്ടിയത് അപ്പം കമ്മീഷൻ റിസീവ് ചെയ്തത് യെസ് 10,000. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ എത്ര വരും? 1,24,000 ആണ് ഇവരുടെ ടോട്ടൽ വാല്യൂ. ഇതിനകത്തുനിന്ന് എന്തിനെ മൈനസ് ചെയ്യണം? യെസ്, പെയ്ഡ് സാലറീസ്. അപ്പൊ പെയ്ഡ് സാലറീസ് എന്തൊക്കെയാ വരുന്നത്? യെസ്, പെയ്ഡ് സാലറീസ് വരുന്നത് 50,000 വരും. പിന്നെ നെക്സ്റ്റ് എന്താ? റെന്റ് എത്രയാ വരുന്നത്? റെന്റ് 26,000. പിന്നെ ഇനി നമുക്ക് ഒരു ബാഡ് ഡെപ്റ്റ്സ് ഉണ്ടായിരുന്നു, അത് 9,000. ഈ ഒരു ലോൺ ഓക്കെ അല്ലെ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ അവിടെ കിടക്കട്ടെ. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്.
സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കണം? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് ഇത് ആഡ് ചെയ്യണം, എന്നിട്ട് എന്തിൽ നിന്ന് മൈനസ് ചെയ്യണം? ഈ ഒരു 1,24,000 നിന്ന് ഈ കിട്ടിയത് നമ്മൾ മൈനസ് ചെയ്യണം. ഇത്ര ആഡ് ചെയ്തിട്ട് 1,24,000 നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 39,000. ഇതാണ് നമ്മളുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇനി ഈ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്താണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനകത്ത് ഈ ഇൻട്രസ്റ്റ് ഓൺ ലോൺ നോക്കില്ല. പകരം നമ്മളോട് എന്ത് ചോദിച്ചു എന്ന് കരുതുക? നെറ്റ് പ്രോഫിറ്റ് ചോദിച്ചു എന്ന് കരുതുക. നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ ഈ നെറ്റ് പ്രോഫിറ്റിനകത്ത് ആര് വരും? യെസ്, ഈ ഒരു ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരും. അതായത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 39,000 മൈനസ് 1,000 ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി 38,000. അപ്പൊ ഇതെന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ദേ ഇവിടെ 38,000 കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനകത്ത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ നെറ്റ് പ്രോഫിറ്റിനകത്ത് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ദ പർപ്പസ് ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഈസ് ടു അസേർട്ടൈൻ. ദ പർപ്പസ് ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഈസ് ടു അസേർട്ടൈൻ എന്തായിരിക്കും? യെസ്, profit or loss and financial position. Okay. Next question. Which of the following statements is correct in the context of trading account? Which of the following statements is correct in the context of trading account? അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഗുഡ്സ് റിസീവ്ഡ് ഓൺ കൺസൈൻമെന്റ് ബേസിസ് ആർ ട്രീറ്റഡ് as purchases. Net purchases is the sum of cash, credit, purchase and the amount of return outwards. Goods received on sale or return basis are treated as purchases. Trading account is debited with the net purchases and credited with the net sales. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് സെന്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് debited with the net purchases and credited with the net sales. So trading account is debited with the net purchases and credited with the net sales. Next question. Which of the following costs is not included while calculating the cost of the inventory? അപ്പം ഒരു ഇൻവെന്ററി കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ എന്ത് കോസ്റ്റ് ആണ് അതിനകത്ത് ഉൾപ്പെടാത്തത്? ഇവിടെ തന്നിരിക്കുന്നത് ട്രേഡ് ഡിസ്കൗണ്ട് ആൻഡ് റീബേറ്റ്സ്, ടാക്സസ് ആൻഡ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഓൺ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, selling and marketing cost, fixed and variable production overheads. Which of the following cost is not included while calculating the cost of the inventory? It is selling and marketing cost. Next question. Yes, again ഒരു പ്രോബ്ലം വന്നു. ഇതെല്ലാം സിമ്പിൾ പ്രോബ്ലം അല്ലേ? നോക്കിക്കേ, ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഒരു എമൗണ്ട് വന്നിട്ടുണ്ട് 3 lakh. നെക്സ്റ്റ് സെയിൽസ് നമ്മളോടൊരു 15 lakh പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ടാവുന്ന ഗ്രോസ് പ്രോഫിറ്റ് 25% ഓൺ കോസ്റ്റ്. കോസ്റ്റിലുള്ള 25% ആണ് ആയിരിക്കുന്നത്. ഇനി ടോട്ടൽ പർച്ചേസ് 18 lakh. ക്ലോസിംഗ് സ്റ്റോക്ക് ഷാൽ ബി. അപ്പം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? യെസ്, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 lakh ആണ്. പിന്നെ സെയിൽസ് വന്നിരിക്കുന്നത് 15 lakh ആണ്. പിന്നെ ഗ്രോസ് പ്രോഫിറ്റ് 25% ഓൺ കോസ്റ്റ് ആണ്. ഓക്കെ അല്ലെ? ഇപ്പൊ ഒരു കോസ്റ്റ് നമുക്ക് കോസ്റ്റ് തന്നിരിക്കുന്ന ഒരു 100 രൂപയാണെന്ന് കരുതുക. അങ്ങനെയാണോ എന്നുണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് 25% ഓഫ് 100. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും? 25 രൂപ. ഇതാണ് എന്ത് വരുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് എന്തായിരിക്കും? മനസ്സിലായോ? മറ്റേത് കോസ്റ്റില്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഇറ്റ് വിൽ ബി 25 ഡിവൈഡഡ് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നു. ഇപ്പൊ 25% പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും? 125 എടുക്കും. 25% ലോസ് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും? യെസ്, ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് എന്തെടുക്കും? യെസ്, ഇറ്റ് വിൽ ബി 75% ആയിട്ട് എടുക്കും. അപ്പൊ ഇവിടെ നമുക്ക് 25% ഓഫ് പ്രോഫിറ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ 125 വരും ഇൻറ്റു 100. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് നമുക്ക് എത്രയാണ്? 20% ആണ്.
മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ സെയിൽ എത്രയാണ്? സെയിൽ എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് ഈ 20% അറിയാം. ഇനി എത്ര രൂപ എന്നുള്ളത് കണ്ടുപിടിക്കണം. സെയിൽസിനകത്ത് നമുക്ക് പ്രോഫിറ്റ് എത്ര രൂപ കിട്ടി? അപ്പൊ 20% ഓഫ് സെയിൽസ്. സെയിൽസ് നമുക്ക് എത്രയാ കിട്ടിയിരിക്കുന്നത്? യെസ്, 15 lakh തന്നെ നമുക്ക് സെയിൽസ്, ടോട്ടൽ സെയിൽസ്. അപ്പൊ പ്രോഫിറ്റ് 20% ഓഫ് 15 lakh, വിച്ച് ഈസ് ഈക്വൽ ടു 20%, 20/100 ഇൻറ്റു 15 lakh ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഇറ്റ് വിൽ ബി 3 lakh. ഓക്കെ അല്ലേ? ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ടോട്ടൽ സെയിൽ നടന്നത് ഇത്രയാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? സോറി, ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? യെസ്, 15 ലക്ഷത്തിനകത്ത് 3 ലക്ഷം നമുക്ക് പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സോൾഡ് ചെയ്തതിന്റെ കോസ്റ്റ് എത്രയായിരിക്കും? COGS. COGS എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അത് എത്രയായിരിക്കും? ടോട്ടൽ എമൗണ്ടിൽ നിന്ന് പ്രോഫിറ്റ് മൈനസ് ആക്കിയാൽ മതി. അപ്പൊ എത്ര കിട്ടും? യെസ്, ഇറ്റ് ഈസ് 12,000. സോറി, 12 lakh. റിയലി സോറി. ഓക്കെ, 12 lakh കിട്ടിയ. അപ്പൊ നമുക്ക് നോർമലി ഈ ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക്, സെയിൽസ്, പ്രോഫിറ്റ്, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു റിലേഷൻ ഉണ്ട്. COGS ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കണം? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ ആണോ? COGS എന്തായിരിക്കും? യെസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ ഇവിടെ നമുക്ക് COGS ഓൾറെഡി കണ്ടുപിടിച്ചു. ഇറ്റ് ഇസ് 12 lakh ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് നമുക്കുള്ളത്? യെസ്, 3 lakh. ഈ 3 lakhും മറ്റേ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിന്റെ ഇതും കൂടി മാറരുതേ. 3 lakh പ്ലസ് പർച്ചേസസ് എത്രയാണ്? ടോട്ടൽ പർച്ചേസ് നമ്മളോട് 18 lakh എന്ന് പറഞ്ഞിരുന്നു അല്ലെ? മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയില്ല. അപ്പൊ നമുക്കിവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് 125 എടുത്തത്. യെസ്, അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇറ്റ് വിൽ ബി ഈക്വൽ ടു നമുക്ക് എന്ത് വരും? യെസ്, 18 lakh പ്ലസ് 3 lakh മൈനസ് 12 lakh. അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 9 lakh ആണ്. യെസ്, ആൻസർ വിൽ ബി 9 lakh. ഈ ഒരു ഇക്വേഷൻ നോക്കണം. COGS ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The statement prepared to determine the profit or loss made by a business is called the statement prepared to determine the profit or loss made by a business. Okay അല്ലേ? അതിലിവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓപ്പറേഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഓൾ ഓഫ് ദ എബവ്. അപ്പം ഇവിടെ ശരിക്കുള്ള സ്റ്റേറ്റ്മെന്റിന്റെ പേരെന്താ? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the effect of overvaluing closing stock on the current year's profit? What is the effect of overvaluing closing stock on the current year's profit? അതേപോലെ ഈ ആദ്യമായിട്ടാണ് നമ്മുടെ അക്കാദമിയിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതേപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ട്, പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ. ഓക്കെ, നമുക്ക് ക്വസ്റ്റിനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ഓവർ വാല്യൂയിങ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓൺ ദ കറന്റ് ഇയേഴ്സ് പ്രോഫിറ്റ്? പിന്നെ അതേപോലെ തന്നെ നമുക്ക് ശരിക്കും SSC, RRB, PSC ക്ലാസ്സസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് തന്നെ ടെക്നിക്കലും ഉണ്ട്, അതേപോലെ തന്നെ നോൺ ടെക്നിക്കൽ കോഴ്സസും അവൈലബിൾ ആണ്.
ഓക്കെ അല്ലേ? ഇപ്പൊ കറന്റ് നമ്മുടെ ബാച്ച് പോകുന്നത് RRB NTPCയുടെ ബാച്ച് പോകുന്നുണ്ട്, SSC CGLന്റെ പോകുന്നുണ്ട്, SSC JEയുടെ പോകുന്നുണ്ട്, പിന്നെ PSCയുടെ ടെക്നിക്കലും നമുക്ക് മൂവിങ് ആണ്. ഓക്കെ, കോൺടാക്ട് നമ്പർ കൊടുക്കാം, ഇല്ലെങ്കിൽ മെയിൽ അയക്കുക, കോൺടാക്റ്റിലേക്ക് വാട്സപ്പ് അയച്ചാലും നമ്മൾ എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, then again question, what is the effect of overvaluing closing stock on the current year's profit? അപ്പൊ നമുക്ക് നോക്കാം, ഡിക്രീസസ് ദ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്. ഇനി അടുത്തത്, ഇൻക്രീസസ് ദ ഗ്രോസ് പ്രോഫിറ്റ് ബട്ട് ഡിക്രീസസ് ദ നെറ്റ് പ്രോഫിറ്റ്, ഡിക്രീസസ് ദ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് ഇൻക്രീസസ് നെറ്റ് പ്രോഫിറ്റ്, ഇൻക്രീസസ് ദ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ഓവർ വാല്യൂയിങ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ അല്ലേ? ആ ഒരു ഇക്വേഷനകത്തൊന്ന് ഇട്ട് കൊടുത്താലും മതി. അപ്പൊ നമുക്ക് കിട്ടും, ഇവിടെ ആൻസർ എന്തായിരിക്കും വരുന്നത്? യെസ്, ഇൻക്രീസസ് the gross profit and net profit. Next question, in which method of depreciation asset cannot be written off to zero? In which method of depreciation കണ്ടുപിടിക്കാനുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട് അല്ലേ? So asset cannot be written off to zero. ഓപ്ഷൻസ് ഇവിടെ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്, ആനുവിറ്റി മെത്തേഡ് ആൻഡ് റീവാലുവേഷൻ മെത്തേഡ്. ഇവിടെ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഇതിലാണ് നമ്മൾ അസറ്റ് റിട്ടേൺ ഓഫ് ടു സീറോ എടുക്കാതിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിപ്രിസിയേഷൻ ഈസ് ദ ഗ്രാജുവൽ ആൻഡ് പെർമനന്റ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഫ്രം എനി കോസ്. ഹൂസ് ഡെഫിനിഷൻ ഈസ് ഇറ്റ്? അപ്പൊ ഇത് നമുക്കാണെങ്കിൽ കുറച്ച് പക്ക തിയറി പോർഷൻ ആണ്. ഡിപ്രിസിയേഷൻ ഈസ് ദ ഗ്രാജുവൽ ആൻഡ് പെർമനന്റ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ഫ്രം എനി കോസ്. ഹൂസ് ഡെഫിനിഷൻ ഈസ്, യെസ്, ഇവിടെ നമുക്ക് കാർട്ടർ വന്നിട്ടുണ്ട്, വില്യം, സ്പൈസർ ആൻഡ് കോഫർ. ഓപ്ഷൻ എസ് കാർട്ടർ ഡെഫിനിഷൻ ആണ് ഡിപ്രിസിയേഷനെ കുറിച്ചുള്ള. ഡിപ്രിസിയേഷൻ ഇസ് ദ ഗ്രാജുവൽ ആൻഡ് പെർമനന്റ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ഫ്രം എനി കോസ്. അതിൻ്റെ ഒപ്പം നോൺ ടെക്നിക്കൽ കോഴ്സസും പോകുന്നുണ്ട് കേട്ടോ. നമുക്കാണെങ്കിൽ ഇപ്പം ഡിഗ്രി ലെവൽ, ഓക്കെ, നമ്മൾ ഓൾറെഡി ക്ലാസ്സസ് പറഞ്ഞിരുന്നല്ലോ, ടെക്നിക്കലും നോൺ ടെക്നിക്കലും. PSCക്കകത്ത് ടെക്നിക്കൽ കോഴ്സസും പോകുന്നുണ്ട്. അതായത് ടെക്നിക്കലും നമുക്ക് വന്നിരിക്കുന്ന AE, ഓവർസിയർ എല്ലാം നമുക്ക് ക്ലാസ്സസ് മൂവിങ് ആണ്. അതേപോലെ തന്നെ PSC നോൺ ടെക്നിക്കൽ ലെവല്, അതായത് ഡിഗ്രി ലെവല്, പിന്നെ അതേപോലെ തന്നെ 10th ലെവൽ എക്സാംസിനും ഡിഗ്രി ലെവൽ എക്സാംസിനും പിന്നെ യൂണിഫോം പോസ്റ്റിനും ഒക്കെ ഉള്ള ക്ലാസ്സസ് മൂവിങ് ആണ്. അപ്പം ഫീസും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് റെക്കോർഡിംഗ് ഡിപ്രിസിയേഷൻ ഇൻ അക്കൗണ്ടിങ്? വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് റെക്കോർഡിംഗ് ഡിപ്രിസിയേഷൻ ഇൻ അക്കൗണ്ടിങ്? ഓക്കെ അല്ലേ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്യേണ്ടതിന്റെ പ്രൈമറി പർപ്പസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇവിടെ നോക്കാം. ടു റെഡ്യൂസ് ഇൻകം ടാക്സസ്, ടു ഇൻക്രീസ് ദ മാർക്കറ്റ് വാല്യൂസ് ഓഫ് അസറ്റ്, ടു അലോക്കേറ്റ് ദ കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്, ടു എൻഹാൻസ് ദ ലിക്വിഡിറ്റി ഓഫ് എ കമ്പനി. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? യെസ്, ടു അലോക്കേറ്റ് ദ കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യെസ്, ഡിപ്രിസിയേഷൻ. സോ ഡിപ്രിസിയേഷൻ ഇസ് ടു അലോക്കേറ്റ് ദ കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് ഓവർ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. Next question, the process of recording depreciation on the balance sheet is known as. The process of recording depreciation on the balance sheet is, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, amortization, impairment, depreciation expense and accrual. എന്തായിരിക്കും? യെസ്, ആ ഒരു പ്രോസസ്സിനെ, ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ അക്രൂവൽ എന്ന് വിളിക്കുന്നത്. Then next question, which of the following statement is true about ക്യാപിറ്റൽ റിസർവ്സ് ആൻഡ് റവന്യൂ റിസർവ്സ്? അപ്പൊ നമുക്ക് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എപ്പോഴും വായിക്കണം കേട്ടോ. കറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവലൊക്കെ വരാൻ നേരത്ത് നമ്മൾ ഈ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നോക്കാം, ക്യാപിറ്റൽ റിസർവ്സും റവന്യൂ റിസർവ്സിനെ കുറിച്ച്. ക്യാപിറ്റൽ റിസർവ്സ് ആർ മോർ പെർമനന്റ് ദാൻ റവന്യൂ റിസർവ്സ്. റവന്യൂ റിസർവ്സ് ആർ മോർ റെഡിലി അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ദാൻ ക്യാപിറ്റൽ റിസർവ്സ്. ക്യാപിറ്റൽ റിസർവ്സ് ആർ created out of profits, while revenue reserves are created out of other sources. Capital reserves and revenue reserves are both used to provide a buffer against potential losses. അപ്പൊ ക്യാപിറ്റൽ റിസർവിനെ കുറിച്ചും റവന്യൂ റിസർവ്സിനെ കുറിച്ചും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, ക്യാപിറ്റൽ റിസർവ്സ് ആർ മോർ പെർമനന്റ് ദാൻ റവന്യൂ റിസർവ്സ്. ക്യാപിറ്റൽ റിസർവ്സ് ആർ മോർ പെർമനന്റ് ദാൻ revenue reserves. Next question,
Dash method is especially suited to mines, oil wells, quarries, sand pits, and similar assets of a wasting character. ഓക്കെ അല്ലേ? അതായത് ഇപ്പൊ മൈൻസ്, ഓയിൽ വെൽസ്, ക്വാറീസ്, സാൻഡ് പിറ്റ്സ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലെല്ലാം വേസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് കൂടുതലായിരിക്കും അല്ലെ? അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്തായിരിക്കും? ഡിപ്ലീഷൻ. ഓക്കെ അല്ലെ? ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചോദിച്ചാലോ, സിമിലർ അസറ്റ്സിനകത്ത് വരുന്ന എന്ത് ചോദിച്ചാലോ ആ ഒരു മെത്തേഡ് നമുക്ക് ഏതായിരിക്കും? ഡിപ്ലീഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്ക്രാപ്പ് വാല്യൂ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്ക്രാപ്പ് വാല്യൂ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സോ നമുക്ക് നോക്കാം. ദ കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് ദാറ്റ് ക്യാൻ ബി ഡിപ്രിഷിയേറ്റഡ് ഓവർ ടൈം, അതാണോ സ്ക്രാപ്പ് വാല്യൂ? അല്ല. ദ മോണിറ്ററി കോസ്റ്റ് ഇൻവോൾവ് ഇൻ അക്വയറിംഗ്, ഇൻസ്റ്റാളിംഗ് ആൻഡ് കമ്മീഷനിങ് അസറ്റ്സ് ആണോ? അതായത് ഒരു സാധനം, ഒരു അസറ്റ് എടുക്കാനും അക്വയർ ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും കമ്മീഷൻ ചെയ്യാനുള്ള മോണിറ്ററി കോസ്റ്റിനെയാണോ നമ്മൾ പറയുന്നത്? അല്ല. ദ വർത്ത് ഓഫ് അസറ്റ്സ് ടു വെൻ ഇറ്റ് ഈസ് നോ ലോങ്ങർ യൂസ്ഫുൾ. സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ അത് നമുക്കൊരു അസറ്റ് ഉണ്ട്, അതിനെ സ്ക്രാപ്പ് ആവുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു അസറ്റിന്റെ വെർത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ക്രാപ്പ് വാല്യൂ എന്ന് വിളിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് ദ വർത്ത് ഓഫ് അസറ്റ്സ് ടു വെൻ ഇറ്റ് ഈസ് നോ ലോങ്ങർ യൂസ്ഫുൾ. ദാറ്റ് ഈസ് സ്ക്രാപ്പ് വാല്യൂ. ഓക്കെ, നമുക്ക് ഫോർത്തും കൂടി ഒന്ന് ജസ്റ്റ് വായിക്കാം അല്ലെ? ദ പീരീഡ് ഓവർ വിച്ച് ആൻ അസറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ബി അവൈലബിൾ ഫോർ യൂസ് ബൈ ആൻ എൻറ്റൈറ്റി. അത് വരില്ല കേട്ടോ. ഇവിടെ നമുക്ക് വരുന്നത് എന്താണ്? നോ ലോങ്ങർ യൂസ്ഫുൾ ആവാൻ നേരത്തുള്ള അസറ്റിന്റെ വെർത്തിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആഫ്റ്റർ യൂസ്ഫുൾ ലൈഫ് അത് അതിന്റെ വാല്യൂ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, സോ സിമിലർ ബട്ട് ഡിഫറെന്റ് സെന്റൻസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് നോക്കണേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ABC purchased a machine for ₹1 lakh. Estimated useful life and scrap value were 4 years and ₹10,000 respectively. ABC purchased a machine for ₹1 lakh. Estimated useful life and scrap value were, useful life എത്രയാണ്? 4 years and ഓക്കെ, ഒന്ന് സ്ലൈഡ് മാറിപ്പോയതാണ്. ഓക്കെ, നമുക്ക് പറയാം. ഇവിടെ നമ്മളോട് മെഷീൻ പർച്ചേസ് ചെയ്തതിന്റെ റേറ്റ് പറയുന്നുണ്ട്, 1 lakh ആണ്. എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഇറ്റ് ഇസ് 4 years ആൻഡ് സ്ക്രാപ്പ് വാല്യൂ തന്നിരിക്കുന്നത് 10,000 ആണ് റെസ്പെക്റ്റീവ്ലി, അതായത് ആഫ്റ്റർ 4 years. ദ മെഷീൻ വാസ് പുട്ട് ടു യൂസ് ഓൺ 1st January 2020. വാട്ട് വിൽ ബി ദ ഡിപ്രിഷിയേഷൻ ഫോർ ഇയർ എൻഡഡ് 31 December 2023? അപ്പൊ നമുക്കറിയാം 1st January 2020 സ്റ്റാർട്ട് ചെയ്ത സാധനത്തിന്റെ വാട്ട് വിൽ ബി ദ ഡിപ്രിസിയേഷൻ ഫോർ ഇയർ എൻഡഡ് 31 December 2023. നമുക്ക് 31 December 2023 ആസ് പെർ ദ സം ഓഫ് ഇയേഴ്സ് ഓഫ് ഡിജിറ്റ് മെത്തേഡ്. ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് സം ഓഫ് ഇയേഴ്സ് ഓഫ് ഡിജിറ്റ്സ് മെത്തേഡ് ഇതാണ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഒന്ന് പാടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ഒന്ന് തിങ്ക് ചെയ്യേണ്ട ഒരു സംഭവം. അപ്പൊ ഇത് സിമ്പിൾ ആണ്. സം ഓഫ് ഇയേഴ്സ് ഓഫ് ഡിജിറ്റ്സ് മെത്തേഡിനകത്ത് ചെയ്യുന്ന പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 4 years ആണെന്ന് പറഞ്ഞു. നമ്മളോട് കണ്ടുപിടിക്കാനും പറഞ്ഞേക്കുന്നത് എത്രയാണ്? യെസ്, 31 December 2023 കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ 20 എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, 2020 21 യൂസ് ചെയ്തിട്ടുണ്ടാവും, 22 യൂസ് ചെയ്തിട്ടുണ്ടാവും, 23 December 31. അപ്പൊ നമുക്ക് ടോട്ടൽ 4 വർഷം കഴിയുമ്പോൾ ഉള്ള ഡിപ്രിസിയേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലെ? അപ്പം നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്? സം ഓഫ് ഇയേഴ്സ് ഓഫ് ഡിജിറ്റ്സ് മെത്തേഡ്. സം ഓഫ് ഇയേഴ്സ് ഓഫ് ഡിജിറ്റ് മെത്തേഡിനകത്താണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇവിടുത്തെ യൂസ്ഫുൾ ലൈഫ് എത്ര തന്നിരിക്കുന്നത്? യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് 4 years ആണ്. ആൻഡ് ഇനി സം ഓഫ് ഇയേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ. സം ഓഫ് ദ ഇയേഴ്സ് ഡിജിറ്റ്, അതായത് 4 വർഷം, അതായത് ആദ്യം 4 + 3 + 2 + 1 ഇങ്ങനെയാണ് വരുന്നത്.
അപ്പം 4 വർഷത്തെ കണക്കാണ് എടുക്കുന്നത്. അപ്പൊ 4 വർഷം എന്ന് പറയുന്നത് ഫസ്റ്റ് വർഷം, സെക്കൻഡ് വർഷം, തേർഡ് വർഷം, ഫോർത്ത് വർഷം. അപ്പൊ ഈ സമയത്തുള്ള സം ഓഫ് ദ ഇയേഴ്സ് ഡിജിറ്റ് ചെയ്യണം. അപ്പം 1+2+3+4 നമുക്ക് എന്ത് വരും? 10 വരും. ഇനി നമ്മൾ ശരിക്കും ഡിപ്രിസിയേഷൻ ഓൺ ബേസിസ് ഓഫ് അല്ലെങ്കിൽ ആസ് പെർ സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ് മെത്തേഡ് എന്ന് പറയാൻ നേരത്ത് ഇപ്പൊ 4 വർഷം അല്ലേ? ഇപ്പം 4 വർഷത്തിലെ ആദ്യത്തെ വർഷമാണ് നമുക്ക് ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ 4/10 എടുക്കണം. ഇനി രണ്ടാമത്തെ വർഷമാണെങ്കിൽ 3/10 എടുക്കണം. മൂന്നാമത്തെ വർഷമാണെങ്കിൽ 2/10 എടുക്കണം. നാലാമത്തെ വർഷമാണെങ്കിൽ 1/10 ഓഫ്. ഓക്കെ അല്ലേ? ഓഫ് എത്രയാണോ വാല്യൂ അത് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? സോ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഡിപ്രിസിബിൾ ബേസ് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഇതൊന്നും അല്ല വേണ്ടത്, നമുക്ക് ഫോർത്ത് ഇയറിലെ കാര്യമാണ് വേണ്ടത്. സോ ആദ്യം തന്നെ നമുക്ക് എത്ര വാല്യൂ ആണ് ഉള്ളതെന്ന് നോക്കാം. അതായത് എന്ത് ചെയ്താൽ മതി? യെസ്, ഇവിടെ നമ്മളോട് സാൽവേജ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂവിനെ തന്നെ പറയുന്നതാണ് സാൽവേജ് വാല്യൂ കേട്ടോ. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ പർച്ചേസ് ചെയ്ത മെഷീൻ എത്ര രൂപയുടെയാണ്? 1 lakh മൈനസ് സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്? 10,000. അപ്പൊ ഇതാണ് നമ്മുടെ ഡിപ്രിഷിയബിൾ ബേസ്. അപ്പൊ നമുക്കിവിടെ എത്ര കിട്ടും? യെസ്, ഇറ്റ് വിൽ ബി 90,000. അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാൻ എന്താണ്? ഡിപ്രിസിയേഷൻ ആസ് പെർ സം ഓഫ് ഇയേഴ്സ് ഓഫ് ഡിജിറ്റ് മെത്തേഡ് ഇയർ എൻഡഡ്, ഫോർത്ത് ഇയറിലെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? യെസ്, 90,000 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഇൻറ്റു 1/10 ചെയ്യുക. ഡിവൈഡഡ് ബൈ ചെയ്യേണ്ട, ഇൻറ്റു ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ അത് ഡൗട്ട് വരത്തില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്ത് വരും? യെസ്, ഇറ്റ് വിൽ ബി 9,000. ഇവിടെ 9,000 ഡേ കിടക്കുന്നു. ഓപ്ഷൻ ബി ₹9,000. സിമിലർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, ഇനി അപ്പൊ ഇതിനകത്ത് നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? യെസ്, റിവേഴ്സ് ഓർഡറിലാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. ഓക്കെ അല്ലെ? ഡിപ്രിസിയേഷൻ ഫോർ ഈച്ച് ഇയർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ റേഷ്യോ ഓഫ് ഇയേഴ്സ്. ഓക്കെ അല്ലെ? റേഷ്യോ ഓഫ് ഇയേഴ്സ്. അപ്പൊ ഫസ്റ്റ് ഇയർ ആണെങ്കിൽ 4/10 ചെയ്തതന്നെ 3/10, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിൽ 2/10 ആൻഡ് ഫോർത്ത് ഇയർ ആയതുകൊണ്ട് 1/10 ചെയ്തു. ഇൻ റിവേഴ്സ് ഓർഡർ ടു ദ സം ഓഫ് ദ ഇയേഴ്സ് ഡിജിറ്റ് ബൈ ദ ഡിപ്രിസിബിൾ ബേസ്. ഡിപ്രിസിബിൾ ബേസ് എന്താണ്? യെസ്, അതിന്റെ പർച്ചേസ് ചെയ്തത് മൈനസ് സാൽവേജ് വാല്യൂ ആണ് അതിന്റെ ഡിപ്രിസിബിൾ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒറിജിനൽ കോസ്റ്റ് ഓഫ് മെഷീൻ വാസ് 11,20,000. ഇറ്റ്സ് സാൽവേജ് വാല്യൂ വാസ് 1,20,000. എന്തോ ഒരു യെസ്, its salvage value was 1,20,000 and its useful life was 5 years. What is the annual depreciation as per the straight line method? Okay അല്ലേ? സോ ഒറിജിനൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ട്, ആൻഡ് അതിന്റെ യൂസ്ഫുൾ ലൈഫ് 5 വർഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആനുവൽ ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മെത്തേഡ് മാറി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. മറ്റേത് എന്തായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്? യെസ്, മറ്റേത് ചെയ്തത് സം ഓഫ് ഇയേഴ്സ് ഓഫ് ഡിജിറ്റ് മെത്തേഡ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. എന്തായാലും ഡിപ്രിസിയേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കോളൂ. ഓക്കെ, അപ്പം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ് നമുക്ക് ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടും ഡിപ്രിസിയേഷൻ അപ്രോച്ചിൽ ചെയ്യുന്നത്. സിമ്പിൾ ആണ്, വെരി സിമ്പിൾ. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? യെസ്, ഡിപ്രിഷിയേഷൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? യെസ്, കോസ്റ്റ് ഓഫ് അസറ്റ് അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യത്തില്ലേ, ആ ഒരു പ്രൈസ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് അസറ്റ് ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്. അപ്പൊ ഇവിടെ കോസ്റ്റ് ഓഫ് അസറ്റ് എത്രയാ? 11,20,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ എത്രയാണ്? യെസ്, 1,20,000 ഡിവൈഡഡ് ബൈ
യൂസ്ഫുൾ ലൈഫ് 5 ആണ്. സോ ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? യെസ്, 1 lakh divided by 5, it will be 2 lakh. ഓക്കെ, ചെയ്ത് നോക്കിയോളൂ കേട്ടോ. 11,20,000 minus 1,20,000. ഓക്കെ അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ 5 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഇറ്റ് വിൽ ബി 2 lakh കിട്ടും. അപ്പോൾ ഇവിടെ 2 lakh ഉണ്ടോ? യെസ്, ഓപ്ഷൻ ഡി 2 lakh. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതേപോലെ തന്നെ ആവശ്യമുള്ള വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ എക്സെപ്റ്റ് നമുക്കാണെങ്കിൽ ക്ലാസ് ഫുള്ളായിട്ട് ഇടാൻ പറ്റുമെന്ന് നോക്കാം. ക്ലാസ് നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റെക്കോർഡഡ് വീഡിയോസും പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഈവനിങ് ആയിരിക്കും. ചില ക്ലാസ്സസ് ഈവനിങ് ഉണ്ട്. പിന്നെ സ്റ്റുഡൻസിന് വെച്ചിട്ട് ചില സ്റ്റുഡൻസിന് ഇപ്പം ഡേ ടൈം ആണെങ്കിൽ ഡേ ടൈം കൊടുക്കുന്നുണ്ട്. വർക്കിംഗ് പ്രൊഫഷണൽസിന് നമ്മൾ ഈവനിങ് ആണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് തന്നെയാണ്. ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇതും സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് തന്നെയാണ്. സിമ്പിൾ ആണ്. നമുക്ക് ഒന്ന് ചെയ്യാം അല്ലെ. എക്സ് ലിമിറ്റഡ് purchased a plan for 7,80,000 and spent 60,000 on its installation. Its scrap value is rupees 42,000 and it has a useful life of 10 years. What will be the rate of depreciation according to the straight line method? Straight line method തന്നെയാണ്, സിമ്പിൾ ആണ്. പക്ഷെ ഇവിടെ എന്താണുള്ളത്? യെസ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്തു എത്ര രൂപയ്ക്കാ? 7,80,000. Spend rupees 60,000 on its installation. ഇത് രണ്ടും ആ എക്സ് ലിമിറ്റഡ് പർച്ചേസ് ചെയ്ത പ്ലാന്റിനെ ഇൻസ്റ്റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത പൈസയും 60,000 ആയതുകൊണ്ട് അസറ്റിന്റെ കോസ്റ്റ് എത്രയായിട്ട് എടുക്കണം? യെസ്, 7,80,000 പ്ലസ് 60,000 ആയിട്ട് എടുക്കണം. സോ വി വിൽ ബി ഹാവിങ് 8,40,000 ആണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഓക്കെ ആണോ? അസറ്റിന്റെ കോസ്റ്റ്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സ്ക്രാപ്പ് വാല്യൂ 42,000 ആൻഡ് ഇറ്റ് ഹാസ് എ യൂസ്ഫുൾ ലൈഫ് ഓഫ് 10 years. അപ്പൊ ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിച്ചൂടെ? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് വെച്ചിട്ട് ഡിപ്രിസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ വരുന്നത്? യെസ്, കോസ്റ്റ് ഓഫ് അസറ്റ് 8,40,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സാൽവേജ് വാല്യൂ 42,000 ഡിവൈഡഡ് ബൈ 10. യൂസ്ഫുൾ ലൈഫ് അല്ലേ? അപ്പൊ നമുക്കിവിടെ എത്ര വരും? യെസ്, 79,800 ആണ് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? വാട്ട് വിൽ ബി ദ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. അത് മറക്കല്ലേ. വാട്ട് വിൽ ബി ദ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. വാട്ട് വിൽ ബി ദ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. അതായത് ഓൾറെഡി ഉള്ളതിൽ നിന്ന് എത്രത്തോളമാണ് ഡിപ്രിസിയേഷൻ. ഓക്കെ അല്ലേ? അതാണ് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ വരുന്നത്. അപ്പൊ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കണം? റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ മറ്റേത് എമൗണ്ട് ആണ്. റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. എങ്ങനെ? നമുക്ക് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് അല്ലെങ്കിൽ എത്ര വന്നു ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് അസറ്റ്. ടോട്ടൽ പർച്ചേസ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെ നമുക്ക് ടോട്ടൽ എത്രയായി എന്നുള്ളത് ഇൻറ്റു 100. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടും? യെസ്, 798 ഡിവൈഡഡ് ബൈ 84, ഇറ്റ് ഈസ് 9.5%. അതെ, ഓപ്ഷൻ സി ഉണ്ട്. ചെയ്ത് നോക്കണേ. സിമ്പിൾ അല്ലേ? നമ്മൾ നേരത്തെ ചെയ്തത് ഡിപ്രിസിയേഷൻ കണ്ടുപിടിക്കാനാണ്, എമൗണ്ട് കണ്ടുപിടിക്കാനാ. ഇവിടെ ഡിപ്രിസിയേഷൻ റേറ്റ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പം റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 79,800 ഡിവൈഡഡ് ബൈ 8,40,000 ഇൻറ്റു 100. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് പ്രോമിസറി നോട്ട്?
വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് പ്രോമിസറി നോട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. ദ പ്രോമിസറി നോട്ട് ഇസ് നോട്ട് പേയബിൾ ടു ദ ബെയറർ. Proper stamp duty should be paid on promissory note. It is made by creditor. Promissory note specifies the name of the payee. അപ്പം നോട്ട് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ തന്നെ ട്രൂ കണ്ടിട്ട് അങ്ങനെ അങ്ങ് പോകരുത് കേട്ടോ. അപ്പം ഇവിടെ എന്താണ്? യെസ്, ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ക്രെഡിറ്റർ. ഇതാണ് തെറ്റായിട്ടുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ട്രൂ. സോ ഇവിടൊക്കെ പ്രോമിസറി നോട്ട് കറക്റ്റ് ആണ്. ദ പ്രോമിസറി നോട്ട് ഈസ് നോട്ട് പേയബിൾ ടു ദ ബെയറർ. പ്രോപ്പർ സ്റ്റാമ്പ് ഡ്യൂട്ടി ഷുഡ് ബി പെയ്ഡ് ഓൺ പ്രോമിസറി നോട്ട്. Proper stamp duty should be paid on promissory note. Promissory note specifies the name of the payee. Next question നോക്കിയേ. Who makes the promise to pay the amount in a promissory note? ഓക്കെ അല്ലേ? പ്രോമിസ് ചെയ്യുന്നത് ആരാണ്? ആരായിരിക്കും? യെസ്, ആരായിരിക്കും? ജസ് ഡ്രോവർ. ഓക്കെ അല്ലേ? ഇത് തന്നെയാണ് ഡെപ്റ്റർ എന്നും പറയുന്നത്. ഓക്കെ. Next question. Which of the following section of negotiable instruments act as defined promissory note? Which of the following section of negotiable instruments has defined promissory note? നമുക്ക് section 4 option A ആണ് ശരി ഉത്തരം. Next question. How many parties are there in the promissory note? എത്രയായിരിക്കും? യെസ്, 2 പേരാണുള്ളത്. The maturity date of a bill of exchange drawn on 5th March and payable 1 month after date will be. അപ്പോൾ നമുക്ക് maturity date of bill of exchange drawn on 5th March. 5th മാർച്ചിൽ ഡ്രോൺ ചെയ്തൊരു bill of exchangeന്റെ maturity date and payable 1 month after date will be എന്തായിരിക്കും എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ശരിക്കും എന്താണ് വരുന്നത്? യെസ്, 5th മാർച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്തത് 5th ഏപ്രിലാണ് നമുക്കത് കൊടുക്കേണ്ടത്. ഇവിടെ 5th ഏപ്രിൽ ഉണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ എങ്ങനെയാണ് കൊടുക്കുന്നത്? യെസ്, നമുക്കൊരു 3 days ഗ്രേസ് പീരീഡ് ഉണ്ട്. ഓക്കെ ആണോ? 5th ഏപ്രിൽ അല്ല, 5th ഏപ്രിൽ പ്ലസ് 3 days ഗ്രേസ് പീരീഡ് ഉണ്ട്. ഇത് മറക്കല്ലേ. അപ്പം 3 days ഗ്രേസ് പീരീഡ് ഉള്ളത് കൊണ്ട് തന്നെ 5, 6, 7, 8 8th ഏപ്രിലാണ് ശരി ഉത്തരം. എടുക്കും. ഓക്കെ അല്ലേ? പെട്ടെന്ന് തെറ്റിപ്പോകുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ബിൽ ഡ്രോൺ ഓൺ June 16th for a period of 30 days and unfortunately July 19 is a public holiday. That means June 16 ബിൽ ഡ്രോൺ ചെയ്തു. അപ്പൊ നമുക്ക് July 16 plus 3 ഗ്രേസ് ഇടില്ലേ? 3 days യെസ് ഗ്രേസ് പീരീഡ് ഉണ്ട്. ഓക്കെ അല്ലെ? അങ്ങനെ അത് വരാൻ നേരത്ത് നമുക്ക് July 19 വരുന്നത്. പക്ഷെ ഈ ദിവസം അന്ന് എന്താണ്? ഹോളിഡേ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ then what will be the maturity date of the bill? അപ്പൊ മെച്യൂരിറ്റി ഡേറ്റ് നമുക്ക് എന്ത് കൊടുക്കാം? അത് July 19 കഴിഞ്ഞിട്ടുള്ള ദിവസമാണോ അതോ അതിന് മുന്നേ ആണോ? ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ 3 days ഗ്രേസ് പീരീഡ് ആണ്. അതായത് ആക്ച്വലി മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയാൻ നേരത്ത് നമുക്ക് July 16 കഴിഞ്ഞെങ്കിലും 3 ദിവസം ഗ്രേസ് പീരീഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ 3 ദിവസത്തിനകത്ത് നമുക്കത് കൊടുക്കാൻ പറ്റും. ഇഫ് ആ ഒരു 3ാമത്തെ ദിവസം July 19 ഒരു ഹോളിഡേ ആണെങ്കിൽ അതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസം July 18 18th July ആയിരിക്കും ആൻസർ ശരി. Then what will be the maturity date of the bill? Next question. The correct method of making correction or alteration in a bill is. The correct method of making correction or alteration in a bill is എന്തായിരിക്കും? യെസ്, ഇവിടെ നമുക്ക് നോക്കാം. സൈനിങ് വിത്ത് ദ ഡേറ്റ് ഓഫ് സർട്ടിഫൈങ് ഈച്ച് കറക്ഷൻ ഓർ ഓൾട്രേഷൻ സെപ്പറേറ്റ്ലി ബൈ ദ DDO. സൈനിങ് ബൈ റൈറ്റിംഗ് ഓൾ കട്ടിംഗ് അറ്റസ്റ്റഡ്. ബോത്ത് ഓഫ് ദ എബോവ്, നൺ ഓഫ് ദ എബോവ്. ഇവിടെ ആൻസർ വരുന്നത് യെസ്, സൈനിങ് വിത്ത് ഡേറ്റ് സർട്ടിഫൈങ് ഈച്ച് കറക്ഷൻ ആൻഡ് ഓൾട്രേഷൻ സെപ്പറേറ്റ്ലി ബൈ ദ DDO. സെപ്പറേറ്റ്ലി ബൈ ദ DDO. Next question. Which of the following statement is correct in relation to the bill of exchange? Correct ആണ് ചോദിച്ചിരിക്കുന്നത്. Which of the following statement is correct in relation to the bill of exchange? നമുക്കിവിടെ statements നോക്കാം. Endorser is the person in whose favor the bill is endorsed by the drawer. Payee is the person to whom the amount of bill is payable. And third one, drawer is the buyer or debtor. And fourth one, drawee is the seller or creditor. So നമുക്ക് ഇവിടെ ഓപ്ഷൻ
ബി ആണ് ശരി ഉത്തരം. ദാറ്റ് ഈസ് പേയ് ഇസ് ദ പേഴ്സൺ ടു ഹൂം ദ എമൗണ്ട് ഓഫ് ബിൽ ഈസ് പേയബിൾ. അപ്പൊ ഇവിടെ കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ഇൻ റിലേഷൻ ടു ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സോ പേയ് ഇസ് ദ പേഴ്സൺ ടു ഹൂം the amount of bill is payable. Next question. Deferred revenue expenditure is or are shown in dash till final adjustments. നമ്മൾ ഓൾറെഡി ഒരെണ്ണം പറഞ്ഞിരുന്നു. അപ്പോൾ deferred revenue expenditure is or are shown in dash till final adjustment. ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ് വരെ നമ്മൾ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എവിടെയാണ് കാണിക്കേണ്ടത്? യെസ്, ഇറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇതിനകത്തത് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ കാണിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, ബാലൻസ് ഷീറ്റിലും കാണിക്കണേ. ടിൽ ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ്. Next question. Which of the following is not the example of capital reserve? അപ്പൊ ക്യാപിറ്റൽ റിസർവിന് എക്സാമ്പിൾ അല്ലാത്തത് ഏത്? ഇപ്പൊ ജനറൽ റിസർവ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ഓൺ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ്, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. സോ നോട്ട് ദ എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ റിസർവ്, ഇറ്റ് ഈസ് ജനറൽ റിസർവ്. Next question and the last one. Which of the following is not a capital reserve? Capital reserve അല്ലാത്തത് ഏത്? സോ നമുക്കിവിടെ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ക്യാപിറ്റൽ ആണ്. ഇഷ്യൂസ് ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം, ഇറ്റ് ഈസ് ഓൾസോ ഇഷ്യൂസ് ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡെബഞ്ചേഴ്സ് ആൻഡ് റീറ്റൈൻഡ് ഏർണിങ്സ്. അപ്പൊ ഇവിടെ റീറ്റൈൻഡ് ഏർണിങ്സ് ആണ് ക്യാപിറ്റൽ റിസർവിനകത്ത് വരാത്തത്. ഓക്കെ അല്ലേ? അപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം നമുക്ക് 2 ദിവസം കൂടി ഉള്ളൂ. അപ്പൊ ആ 2 ദിവസത്തിനുള്ളിൽ മാക്സിമം ഇതേപോലെ ഇപ്പൊ ഡിപ്രിസിയേഷന്റെ ഒക്കെ എന്തായാലും ഒരു പ്രോബ്ലം എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ഒന്നാണ് അല്ലെ. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്ന നേരത്ത് നമുക്ക് മെയിൻസിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എല്ലാവരും ഈ ഒരു ലാസ്റ്റ് ടൈമിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് കുറെ അധികം പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻസ് കുറെ അധികം കേട്ട് തന്നെ പഠിക്കുക, ചെയ്ത് പഠിക്കുക, കേട്ട് പഠിക്കുക. മാത്സ് ഒക്കെ ആണെങ്കിലും ചെയ്ത് തന്നെ പഠിക്കുക. മാത്സിനും ഇതിനുമൊക്കെ മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. താങ്ക് യു ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.